ചപ്പാത്തി മാവ് കൊണ്ട് വളരെ സിമ്പിളായിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. ആദ്യം നെയ്യ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെ നല്ലപോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് പരത്തിയെടുക്കുമ്പോൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കനം കൂട്ടിയല്ല കുറച്ചുമല്ല ആ ഒരു രീതിക്കൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ അടയൊക്കെ കഴിക്കണ ആ ഒരു പാകത്തിനാണ് ഉണ്ടാകുക. ഒരുപാട് ചെറിയ സ്ക്വയർ ആക്കണ്ട, ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അത് ഒന്നിനൊന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിനുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് ശർക്കരപ്പാനി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ഒന്ന് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്തി ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇവിടെ മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ചമണക്കം മാറി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതുപോലെ കട്ടിയായിട്ട് വരും. ഇതുപോലെ കട്ടിയായി വന്നതിന് ശേഷം ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്കി 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം ഇത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇത് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ആ ഒരു പാകത്തിന് കുറുകി വരുന്ന രീതിക്ക് നമുക്ക് വേവിച്ചെടുക്കാം. അതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ കുറുക്കിയെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് പാകത്തിനാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടപ്രഥമൻ്റെയൊക്കെ രുചിയാണ് കിട്ടുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.